ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റോഡ് ടു ജോബ്. നമ്മൾ നോക്കാൻ പോകുന്ന UPSC ക്യാബിൻ സേഫ്റ്റി ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷനാണ്. UPSCയുടെ ലാറ്ററൽ റിക്രൂട്ട്മെൻറ്റ് വിഭാഗത്തിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷനാണ് അഡ്മിനിസ്ട്രേഷൻ ഓർഗനൈസേഷൻ, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ടോട്ടൽ ജനറൽ 10 പോസ്റ്റ്, EWS 1 പോസ്റ്റ്, OBC 5 പോസ്റ്റ്, SC 3 പോസ്റ്റ്, ST 1 പോസ്റ്റ്, PWD 1 പോസ്റ്റ്, അങ്ങനെ മൊത്തം 20 പോസ്റ്റാണ് ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് PWD കാറ്റഗറൈസേഷനാണ്. PWD 1 പോസ്റ്റേ ഉള്ളൂ. അപ്പോൾ ലോക്കോമോട്ടർ ഡിസേബിലിറ്റി ആണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. 1 leg എഫക്റ്റഡ്, 1 arm എഫക്റ്റഡ്, ലെപ്രസി കേർഡ്, ഡ്വാർഫിസം, ആസിഡ് അറ്റാക്ക് വിക്ടിംസ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് പേ സ്കെയിലാണ്. ബേസിക് പേ 67,700. ഓൾ ടുഗദർ സമ്മ് ഏകദേശം ഗ്രോസ് സാലറി ആയിട്ട് 1,20,000 എബോവ് സാലറി പ്രതീക്ഷിക്കാം. 11 നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ ആകർഷകമായ സാലറിയാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഏജ് നോക്കുകയാണെങ്കിൽ 40 ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റിലാക്സേഷൻ ഉണ്ട്. 45 SC ST, 43 OBC, 50 PWD കാൻഡിഡേറ്റ്സിന്. അപ്പോൾ അതാണ് റിലാക്സേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ SSLC +2 ആണ് ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് എക്സ്പീരിയൻസ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 10 വർഷത്തെ എക്സ്പീരിയൻസ് ആസ് ക്യാബിൻ ക്രൂ ആൻഡ് പ്രസൻ്റ്ലി വർക്കിംഗ് ആസ് ക്യാബിൻ ക്രൂ. അടുത്തതായിട്ട് ഡിസൈറബിൾ ക്വാളിഫിക്കേഷനാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അറ്റ്ലീസ്റ്റ് 1 year എക്സ്പീരിയൻസ് ആസ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, അപ്രൂവ്ഡ് സേഫ്റ്റി ആൻഡ് എമർജൻസി ഇൻസ്ട്രക്ടർ. ഈ നോട്ടിഫിക്കേഷനിൽ പ്രധാനമായും 4 ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടു ക്യാരി ഔട്ട് ഫങ്ഷൻസ് അസൈൻഡ്, ടു ക്യാരി ഔട്ട് റിലേറ്റഡ് ഫങ്ഷൻസ്, കണ്ടിന്യൂസ് മാനേജ്മെൻറ്റ് ഓഫ് AOP, പിന്നെ അസൈൻഡ് എയർ ഓപ്പറേറ്റർ സർവൈലൻസ് ഉണ്ടാവും. പിന്നെ ഇനി അതർ വർക്ക് അസൈൻഡ് ബൈ ഡയറക്ടർ ജനറൽ. 2 വർഷമായിരിക്കും പ്രൊബേഷൻ പീരീഡ്. ഈ ജോബ് ഗ്രൂപ്പ് A ഗസറ്റഡ് ആയതുകൊണ്ട് തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഹെഡ് ക്വാർട്ടറിലായിരിക്കും പോസ്റ്റിങ്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം കോൺട്രിബ്യൂട്ടറി പെൻഷനെ കുറിച്ച്. ന്യൂ പെൻഷൻ സ്കീം നിലവിൽ വന്നത് 2004 മുതലാണ്. അതുകൊണ്ട് തന്നെ ഡിഫോൾട്ട് പെൻഷൻ സ്കീം ന്യൂ പെൻഷൻ സ്കീമായിട്ടാണ് ഈ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ നമ്പറുമായി വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. താങ്ക് യു.